മോനെ ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ടൻ കാണിച്ചു തരാം കേട്ടാ. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നെ. സാറിനെ വെല്ലാം ഡ്യൂട്ട് സാർ മാത്രം പൊറോട്ടയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ മീൻസ് ഇവളാണ് മെയിൻ ആള്, പാചക റാണിയാണ്. ഇവളുടെ എല്ലാ ഫുഡും അടിപൊളിയാണ്, അടിപൊളി ഭക്ഷണമാണ്. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തള്ളി വീഡിയോ ഒന്നല്ല, അടിപൊളി ഫുഡാണ്. അപ്പൊ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് ഇവള് ഇന്ന് പൊറോട്ട, മാരേജിന് ശേഷം പൊറോട്ട ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ പൊറോട്ടയൊക്കെ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് അതെടുത്ത് ഫോട്ടോ ഒക്കെ വാട്സാപ്പിൽ അയച്ചു തരുമായിരുന്നു. അപ്പൊ മാരേജിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് പൊറോട്ട അവൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യുന്നത്. അവളുടെ പൊറോട്ട എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പൊറോട്ടൻ്റെ കൂടെ നല്ല അടിപൊളി ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കണം എന്ന് തോന്നി. കൊല്ലം സ്പെഷ്യലായ പൊറോട്ട എങ്ങനെ, നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഞങ്ങളുടെ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിവിടെ ക്വാർട്ടർ എടുത്ത് 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലമാണ്, ഞങ്ങൾക്ക് രാവിലെ 1 മണിക്കൂറേ വെള്ളം വരുള്ളൂ. അപ്പോൾ ഇത് 60 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് ഒരു ദിവസം ഞങ്ങൾ കാര്യങ്ങളൊക്കെ കിച്ചണിലേക്ക് വേണ്ട പാത്രങ്ങൾ കഴുകാറും ഒക്കെ ഈ 60 ലിറ്ററിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ റൂമിൽ 200 ലിറ്ററിൻ്റെ ഒരു ടാങ്കും കൂടെ ഉണ്ട്. ഇതും ഡെയിലി ഞങ്ങൾക്ക് ഒരു ദിവസം വെള്ളം വരില്ല, രാവിലെ 1 മണിക്കൂറേ വെള്ളം വരുള്ളൂ. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അന്ന് ഒരു ദിവസത്തേക്കുള്ള എല്ലാ വെള്ളവും സ്റ്റോർ ചെയ്തിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അവൾ ഉണ്ടാക്കുന്ന പൊറോട്ട കഴിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കരുതി. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഒരു പൊറോട്ട ആയിട്ടുണ്ട്. ഞാൻ അടുത്ത പൊറോട്ട ചുടുകയാണ്. പൊറോട്ട ചുടാൻ മെയിനായിട്ട് ഗൈസ് ഞാൻ തന്നെ വേണം. പൊറോട്ട ചുട്ടെടുക്കാൻ എൻ്റെ കൈകൾ തന്നെ വേണം. മെനക്കെട്ട് അവിടെ പരത്തുന്നുണ്ട്, ഞാൻ അവിടെ മെനക്കെട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി പൊറോട്ടയ്ക്ക് കൂട്ടാനുള്ള അടുത്ത സാധനമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്, ചിക്കൻ. പാചകലോകം ചിക്കൻ മസാല സ്പെഷ്യൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അതായത് അതിൽ അധികം മസാലകളൊന്നുമില്ല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. എണ്ണ ഒഴിച്ചു. നമുക്കത് കടുക് പൊട്ടിക്കാം. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. കടുക് പൊട്ടി ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. ഒന്ന് നന്നായിട്ട് വഴറ്റാം. നല്ല മണം. അല്ലേ അതിന് അവയല്ല ഇവിടെ നുറുക്കുന്നല്ലേ? ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഇതിൽ വെള്ളം എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കും. ഇനി അഥവാ ഇത് അടിയിൽ പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ച് പൊങ്ങഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. വലിച്ചു വാരി തിന്ന വയറിളവ് ഒളിയ. സ്പെഷ്യൽ ചിക്കൻ. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു.